ഹലോ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ അതെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അൺലിമിറ്റഡ് റീസോഴ്സും അതേ നേരത്ത് സാൻഡ് ഡ്യൂപ്ലിക്കേറ്റഡ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാവിറ്റി ബ്ലോക്സ് അതും കൂടെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ സാൻഡ് ഡ്യൂപ്ലിക്കേറ്ററൊക്കെ നിറയെ പ്ലെയേഴ്സിന് ഉപകാരപ്പെടും. ലൈക്ക് TNT അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോ എനിക്കറിയാം നമ്മളിതൊരു ചീറ്റാണ് ചെയ്യുന്നത്, പക്ഷേ ലൈക്ക് സർവൈവർ കളിക്കുന്നവർക്ക് ഇത് നല്ല ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബെഡ് വാർ കളിക്കാതെ ഇന്ന് ഈ ഒരു കണ്ടൻറ്റ് ഇട്ടേക്കാന്ന് വിചാരിച്ചേ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഞാനൊരു ക്രിയേറ്റീവ് വേൾഡ് കയറാം. ഓക്കെ, ഞാൻ എൻ്റെ ക്രിയേറ്റീവ് വേൾഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം അൺലിമിറ്റഡ് റീസോഴ്സ് കളക്ട് ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്യണം. മീൻസ് ഒരു ചെറിയൊരു എന്താ പറയുക, നിങ്ങൾ ഗെയിം കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുക. ലൈക്ക് ഒരു മിനിറ്റ്, നിങ്ങൾ ആദ്യം ഈ ഒരു സാധനം ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ. പക്ഷേ ഇത് പേടിക്കണ്ട, ഇതും നമുക്ക് ഗ്ലിച്ച് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ളൂ. ലൈക്ക് നിങ്ങൾ ഇത് ഇതെടുത്ത് വേണം. പിന്നെ നിങ്ങൾക്കൊരു ഷൾക്കർ വേണം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിലപ്പോൾ മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇത് നമുക്ക് പച്ച കളർ എടുത്ത് വയ്ക്കാം, ജസ്റ്റ് ഫോർ തിങ്സ്. പിന്നെ നമുക്ക് ലൂട്ടായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്താ കൊണ്ടുവരേണ്ടത് ആ സാധനം നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് എന്താ എടുക്കുക അവിടുന്ന്. യൂഷ്വലി നമ്മളെപ്പോഴും നെതറായിട്ട് എടുക്കാം. പിന്നെ ഗെയിമിൽ എൻഡർ ഡ്രാഗൻ്റെ എഗ്ഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ നോക്കിയിട്ടില്ല, ഇതെല്ലാം വീഡിയോ വന്ന് ചെയ്താൽ. ഓക്കെ, ഒരു സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, അത് മതി. ഒരു അര സ്റ്റാക്ക് എടുക്കാം. ഓക്കെ, പിന്നെ എൻ പോർട്ടൽ നമ്മളിങ്ങനെ കിട്ടാത്ത സാധനമാണ് എടുക്കാൻ നോക്കുന്നത്. സോ അപ്പം നിങ്ങൾക്കൊരു ഷുവർ ഉണ്ടാവുമല്ലോ, സസ്പീഷ്യസ് ഗ്രാവൽ എല്ലാം എടുത്തേക്കാം ചുമ്മാ. ഓക്കെ, നമുക്കൊരു എന്തൊക്കെ ഗ്ലിച്ച് ചെയ്യാൻ പറ്റും എല്ലാം ഗ്ലിച്ച് ചെയ്യുന്ന എനിക്ക് പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ സാധനം ഗ്ലിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഉപകാരപ്പെടും. ലൈക്ക് നമുക്കൊന്ന് TNTയും കൂടെ നോക്കാം ജസ്റ്റ് ഇതും കൊണ്ട്. സോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇത് രണ്ടെണ്ണം ഒരെണ്ണം ഇവിടെ വെക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം താഴെ നോക്കുന്നത് ഇത് ഗ്ലിച്ച് ചെയ്യാനാണ്, മനസ്സിലാക്കുക. ഇത് ഗ്ലിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഷൾക്കർ താഴെ വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇങ്ങനെ എന്നിട്ട് ഷൾക്കർ ഇത് രണ്ടും വേറെ വേറെ ടൈപ്പാണ് ഗ്ലിച്ച് ഉപയോഗിക്കുക. ഈ താഴെ വെക്കുന്നതെന്ന് പറയുമ്പോൾ താഴെയുള്ള ബ്ലോക്കിനാണ് ഇത് രണ്ടും ഗ്ലിച്ച് ചെയ്യിപ്പിക്കുക. സോ നിങ്ങളുടെ അടുത്ത് ഈ ഒരു എന്താ റീസ്പോൺ ആങ്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് റീസ്പോൺ ആങ്കർ കിട്ടി അധികമാകുമ്പോൾ ഇതിങ്ങനെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് നിങ്ങൾക്ക് ഗ്ലിച്ച് ചെയ്യുമ്പോൾ നേരത്തെ ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഈ റീസ്പോൺ ആങ്കർ ഗ്ലിച്ച് ചെയ്യിപ്പിക്കാനാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഡാക്കാം. ലൈക്ക് റീസ്പോൺ ആങ്കർ ഇത് ഷൾക്കർ വെക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഷൾക്കറിൻ്റെ ഉള്ളിൽ ഷൾക്കർ നമുക്ക് വെക്കാൻ പറ്റില്ല. ലൈക്ക് TNT നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്നാൽ, അയ്യോ അയ്യോ ഞാൻ എന്തൊക്കെ ഓക്കെ ഇതൊരെണ്ണം ഇവിടെ വെട്ടിച്ച് ഇതൊരെണ്ണം ഇവിടെ വെച്ചേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ ഷൾക്കറും നമ്മൾ കളയാണ്. ഇൻവെൻറ്ററി നോക്കിയാലും ഒന്നുമില്ല. ഞാൻ വീഡിയോ പോസ് ചെയ്യിപ്പിക്കുന്നില്ല. സോ ഇവിടെ ഒരെണ്ണമുണ്ട്, അതേ നേരത്തെ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഞാനിത് മേലെ ഇത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഇനി. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രണ്ടെണ്ണത്തിലും ഫുള്ളായിട്ട് ഈ ഒരു പോസ് ചെയ്യുന്ന സാധനം ശരിയില്ല. ഓക്കെ, റീസ്പോൺ ആങ്കറും അതേ നേരത്തെ ഗ്ലോ സ്റ്റോണും വേണം. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിനി റീസ്പോൺ ആങ്കർ 3 ഇവിടെ വെച്ചിട്ട് ഇവിടെയും വെച്ചേക്കാം. സോ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെയാണ്. സോ ഇപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ സർവൈവിലേക്ക് ആക്കിയിരിക്കാം. നിങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ടാണ് കിട്ടിയതെന്നും പറയണ്ട. സോ ഞാനത് ചെയ്ത് നോക്കി, അതിൻ്റെ കുഴികളാണ് ഇവിടെ കാണുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ വേൾഡിൽ ഉണ്ടാക്കുവാണെങ്കിൽ എവിടെയും ദൂരെ പോയി ഉണ്ടാക്കിക്കോ. സോ നിങ്ങളുടെ വേൾഡിൽ ഇങ്ങനത്തെ ഒരു കുഴിയൊന്നും വരാതിരിക്കാൻ പ്രത്യേകിച്ച് രസമുണ്ടാവും. സോ നമ്മളിനി ഓക്കെ നമ്മൾ വെച്ച് ഒന്നും കൂടെ ടാപ്പ് ചെയ്ത് നമ്മൾ ചത്തിട്ടുണ്ടാവും. അതേ നേരത്ത് നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫുൾ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ അതിലേക്ക് മൈൻക്രാഫ്റ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഫുൾ ബാക്ക് അടിച്ചിട്ട് പിന്നെ മൈൻക്രാഫ്റ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ പ്രത്യേകിച്ച് നോക്കുക. സോ ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുക, ബാക്ക് അടിച്ചിട്ട് റീസ്പോൺ കൊടുക്കാതെ നേരെ ബാക്ക് അടിക്കുക. മീൻസ് പൊട്ടിച്ചിട്ട് അങ്ങനെ ചത്തോ അങ്ങനെ തിരിച്ചോ നമ്മുടെ ഫോണിൻ്റെ മെയിൻ സ്ക്രീനിൽ വന്നിട്ട് ഹോം സ്ക്രീൻ, യെസ് ഹോം സ്ക്രീനിൽ വന്നിട്ട് എല്ലാം കളഞ്ഞ് തിരിച്ച് മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ അതേ വേൾഡിൽ തിരിച്ച് സ്പോണാവാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ സ്പോണാവുന്നുണ്ട്. ഞാൻ ഇതുവരേക്കും ഞാൻ പറയാണ്, ഞാൻ ഇതിൽ ചീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. സോ ഇപ്പോൾ ഞാൻ ഇവിടെ എവിടെയാണ് വന്നിരിക്കുന്ന പോക്ക്. ജസ്റ്റ് ഇവിടെ നിന്ന് ക്രിയേറ്റീവ് ഇട്ടിട്ട് നമ്മൾ വീഡിയോയിൽ മൊത്തം കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ പറയാൻ ഞാൻ കൊണ്ട് എവിടെയായിരുന്നു പോക്ക്? അയ്യോ, ഇങ്ങോട്ടെങ്ങോട്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഒരു വലിയ പില്ലർ. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഒരു പൊട്ടത്തരം കാണിച്ചതാണ്. അത് നിങ്ങൾ ഒരുപാട് ശിക്ഷ നോക്കണ്ട. കിട്ടി. യെസ്, there we go. ഓക്കെ, നമ്മളിവിടെ നിന്ന് നേരെ ആ ഒരു പൊട്ടിയത്, ആ ഒരു സ്ഥലം അങ്ങനെയുണ്ട് ക്ലീൻ ആയിട്ട്. ഇതാണ് പൊട്ടിയ സ്ഥലം. കണ്ടോ മോനെ, കണ്ടോ? ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. സാധനം ഡ്യൂപ്ലിക്കേറ്റായി. ലൈക്ക് ഗ്ലോ സ്റ്റോണ്, അത് നമ്മുടെ കൈ കറക്റ്റ്. ഇത് നമ്മുടെ ഗ്ലോ സ്റ്റോൺ ആണ്, ലൈക്ക് 63. അത് നമ്മുടെ അടുത്തുണ്ട്, നേരത്തെ ഉണ്ട്. സോ ഗ്ലോ സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടില്ല. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആയ സാധനങ്ങൾ കാണിച്ചാൽ നമ്മുടെ ക്രേയിങ് ഒബ്സിഡിയൻ ഒരു സ്റ്റാക്ക്, അതിനെ ഒരു സ്റ്റാക്ക് വെച്ചുകൊണ്ടാണ് ഒരു സ്റ്റാക്ക് ആയത്. 2 ഷൾക്കർ അല്ല, ഒരു ഇത് 2 ഷൾക്കറിലും ഉണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ക്രിയേറ്റീവ് ഇങ്ങനെയാണ് ഇതായിട്ടാണ്. ഓക്കെ, സോ ഫുള്ളി ഡ്യൂപ്ലിക്കേറ്റായി. യെസ്, എന്തിന് എഗ്ഗ് അടക്കം ഡ്യൂപ്ലിക്കേറ്റായി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലോ എത്രയ്ക്ക് എഫക്റ്റീവായിട്ടൊരു സാധനമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ ലൈക്ക് നമ്മുടെ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. സോ എന്താണെന്ന് പറഞ്ഞാൽ ചീറ്റൊന്നും ഉപയോഗിക്കാതെ 2 എൻഡർ ഡ്രാഗൻ്റെ എഗ്ഗ് എടുത്ത് കാണിച്ചു കൊടുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെ. സോ അവരെന്തെങ്കിലും അമ്പരന്നോ. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരെണ്ണം വെച്ച മീൻസ് ഈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഇനി ഒരെണ്ണം ഞാൻ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ക്രൈയിങ് ഒബ്സിഡിയൻ ഡ്യൂപ്ലിക്കേറ്റ് വരുമെന്ന് വിചാരിച്ചത്. ബട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ ഈ ക്രൈയിങ് ഒബ്സിഡിയൻ ഇതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇത് പൊട്ടിയ പാടെ ഇത് എക്സ്പ്ലോഡ് ആയ നേരത്തെ മേലത്തെ എക്സ്പ്ലോഡ് ആയതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റായി. അങ്ങനെയാണ് വർക്ക് ചെയ്തത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്താൽ നിങ്ങൾക്ക് ക്രൈയിങ് ഒബ്സിഡിയനും അതേ നേരത്തെ ഷൾക്കറും ഡ്യൂപ്ലിക്കേറ്റായി കിട്ടും. ഇനി അടുത്തത് ഞാൻ കാണിച്ചാൽ. സോ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സാൻഡ് ഡ്യൂപ്ലിക്കേറ്റാണ്. അതിന് നമുക്ക് നെതർ എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഞാൻ നെതറിൽ പോയി കാണിക്കാം. ഓക്കെ, ഞാൻ നെതറിലെത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ക്രിയേറ്റീവുകളുടെ അവിടെ ഞാൻ ഇങ്ങനെ ചെയ്തത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. സോ ഇനി നമ്മളിവിടെ ചെയ്യാനുള്ളത് ഡേർട്ട് എടുക്കണം. യെസ്, ഡേർട്ട്. എന്താ ഡേർട്ടോ? അതെന്താ നിങ്ങൾ ചോദിക്കും. ലൈക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു രണ്ടെണ്ണം വെച്ച് ഈ മൊത്തം ഏരിയ നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ട സാധനം ഈ സാധനം. ഇത് നിങ്ങൾ ലക്ഷ് കേവിൽ പോകുമ്പോൾ കിട്ടും. ലക്ഷ് കേവിൽ നിന്നും നിറയെ സ്ഥലത്തുനിന്ന് കിട്ടും ഈ സാധനം. സോ അത് നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്ന പാറ്റേണിൽ വെക്കണം, ലൈക്ക് ദിസ്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ അത്രയ്ക്ക് വെക്കാം. സോ ഞാൻ മൊത്തം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രിപ്സ് ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു കോപ്പ്? ബിഗ് ഡ്രിപ്പ് ലീഫ്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇതായതുകൊണ്ടാണ്. നമ്മളിപ്പോൾ താഴെ വീഴും. അപ്പോൾ ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ്. അത് നമുക്കിങ്ങനെ പാർക്കൂർ
ഏയ് ഏയ് ഓക്കെ, ഞാൻ കളിക്കാൻ നിൽക്കുന്നില്ല. സോ കണ്ടോ, ഒരു ടൈം കഴിയുമ്പോൾ ഇത് വിരിയും ചെയ്യും. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിവർ എടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലിവറോ അതെന്തിനാ? ആർക്കെങ്കിലും അറിഞ്ഞോടെങ്കിൽ പറഞ്ഞുതരാം. ഈ ലിവർ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഇത് ഇവിടെ നിന്നാൽ ഇത് താന്നു പോകുന്നുണ്ടോ, അതേ നേരത്തൊരു ലിവർ വെച്ചിട്ട് അതൊന്ന് പൊന്തട്ടെ. പൊന്തിട്ടുണ്ട്. ഇത് ഓൺ ചെയ്താൽ ലീഫ് പവറാവും. സോ ലീഫ് ലോക്കാവും. ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇതിന് മേലെ നിൽക്കാം. ഞാൻ ഇത് അനങ്ങത്തോടില്ല. സോ ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇതും 3 ഇങ്ങനെ അനങ്ങാതെയാവും. സോ ഇതന്നെ നമുക്ക് വേണ്ടതും. നമ്മളിങ്ങനെ വെക്കുന്നു, പവർ ചെയ്യുന്നു, ഇവിടെ വരുന്നു, പവർ ചെയ്യുന്നു, പവർ ചെയ്യുന്നു, പവർ ചെയ്യുന്നു, പവർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ പവറ് 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 പവറ്. സോ ഇപ്പോൾ എല്ലാ ലീഫും പവറായിട്ടുണ്ട്. സോ ഇനി ഒന്നുകൂടെ ഇങ്ങനെ താഴേക്ക് വീഴത്തില്ല. ഇതന്നെ നമുക്ക് വേണ്ടതും. സോ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു ലീഫും വീണിട്ടില്ല. ഈ നേരത്തെ നിങ്ങൾ എടുക്കേണ്ട സാധനമാണ് സാൻഡ്, ഗ്രാവല്. ആനുവൽ എനിക്ക് ചെയ്യാൻ ആനുവൽ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല, ആനുവൽ നോക്കിയിട്ടില്ല. ആനുവലും കൂടെ ആയാൽ കൊള്ളാം. സോ എനിക്ക് തോന്നിയിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. ഈ ഒരു സാധനം ഇതിൽ നമുക്ക് പച്ച കളറിന് എടുത്തേക്കാം. സോ ഇതൊക്കെ ഗ്രാവിറ്റി ബ്ലോക്കാണ്. ഞാൻ കാണിച്ചു തരാം. സാൻഡ് വെച്ചാൽ താഴിക്കുമോ, ഗ്രാവൽ വെച്ചാൽ താഴിക്കുമോ, ആനുവൽ വെച്ചാൽ താഴിക്കുമോ, ഈ സാധനം വെച്ചാലും താഴിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇത്ര കാണിക്കുക, എല്ലാ ഗ്രാവിറ്റി ബ്ലോക്ക് എങ്ങനെയാവും. സോ പിന്നെ ഇവിടെ വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ ഇത് ചാടിക്കളിക്കുന്നത് ഒരുമാതിരി ബൗൺസ് ആവുന്നത്. സോ ഞാൻ ഇതന്നെ 1 2 3 4 5 നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാം. ലൈക്ക് ആ ഒരു നെതർ റൂഫ് മാതിരി കൊണ്ടുപോകാം. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ്. 1 2 3 ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി എല്ലാം ഞാൻ വെച്ചിട്ട് വരാം. സോ നമ്മളിവിടെ ചെറിയ പ്രശ്നം കണ്ട് ആനുവൽ ചെയ്യാൻ നേരത്ത് മാത്രം നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനൊരു പരിപാടി ഉണ്ട്. നമുക്ക് വേണ്ടത്ര ഒന്ന് പില്ലർ ചെയ്തിട്ട് അവിടുന്ന് ആനുവൽ ഡ്രോപ്പ് ചെയ്താൽ മതി. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഇപ്പോൾ നമ്മൾ സ്ക്രൗച്ച് ചെയ്ത് ഇവിടെ വന്നിട്ട് 1 ആനുവൽ, 2 ആനുവൽ, 3 ആനുവൽ, 4 ആനുവൽ. സോ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആനുവലും ഡ്യൂപ്ലിക്കേറ്റ് എഴുതി കിട്ടും. എൻ്റെ പൊന്നോ, എൻ്റെ വേൾഡ്. ഇതെന്തോ ഞാനിപ്പോൾ റെഡ് സ്റ്റോൺ പരിപാടി ചെയ്യുന്ന കാര്യമുണ്ട്. ലൈക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് റെഡ് സ്റ്റോണിനെ കുറിച്ച് ഒരു കുഞ്ഞാപ്പി കൂടെ എനിക്ക് അറിഞ്ഞൂടാ. സോ ഇപ്പോൾ ഞാൻ മൊത്തം വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ടഫായ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് നെതർ പോർട്ടലിലേക്ക് അവിടെ തിരിച്ചങ്ങോട്ട് ലോവർ വേൾഡിലേക്ക് പോവുക. ലൈക്ക് ദിസ് ബ്രോ. ഓക്കെ, എന്തൊരു എൻ്റർടൈൻ. ഓക്കെ, ഇനിയാണ് അടുത്തൊരു വലിയ ടഫ് പരിപാടി ഉള്ളത്. സീരിയസ് ആയിട്ട് ഇത് ഭയങ്കര ടഫുള്ളൊരു പരിപാടിയാണ്. തിരിച്ച് നെതറിലേക്ക് പോവുക. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഗ്ലിച്ചിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ, ഗ്ലിച്ച് എങ്ങനെയാണ്? വരിക, സാധനം പറക്കുക, അത്രയേ ഉള്ളൂ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഗ്ലിച്ച് ആവുന്ന നേരത്ത് നമ്മൾ ഇവിടെ ഉള്ളപ്പോഴാണ് ഇത് റെൻഡർ ആവുക. ഇല്ലെങ്കിൽ ഇത് ഇതാവില്ല, റെൻഡർ ആവില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താവുന്നതെന്ന് വെച്ചാൽ ശരി റെൻഡർ ആവാത്തതുകൊണ്ട് താഴേക്ക് പോകും. അതേ നേരത്തെ നമ്മൾ തിരിച്ച് കയറി വരുമ്പോൾ ഇത് റെൻഡർ ആവുന്ന നേരത്ത് ഇത് റെഡിയാവും. ഇപ്പം നോക്കിയാൽ ആനുവലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത്ര ആനുവലാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയത്. ഇത്ര ആനുവലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചിലത് മേലെ തന്നെ കുടുങ്ങിയിട്ടുണ്ട്. അവിടെ ഉള്ളത് മേലെ കുടുങ്ങിയതാണ്. ഈ ബ്ലോക്ക് കുടുങ്ങുന്നവർ എല്ലാവരും ആനുവൽ ഇടുന്നത്. ബ്ലോക്ക് ഡ്രോപ്പ് ആവുന്നവർ ആനുവൽ ഡ്രോപ്പ് ആകാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് താഴെ കിടന്ന സാധനം. ഓക്കെ, നമുക്ക് അപ്പുറത്തും കൂടെ പോയിട്ട് ലിറ്ററലി എത്രയോ 5 ആനുവലല്ലേ, 5 ആനുവലാണ് അത്രയും ചെയ്തപ്പോൾ എനിക്ക് ഡ്രോപ്പായി കിട്ടിയത്. ബിക്കോസ് ഞാൻ അത്ര വെച്ചുള്ളൂ, ആനുവൽ ഇത്തിരി വെച്ചുള്ളൂ. സോ ഇനി നമ്മൾ മൊത്തം ഇത്രയും ചെയ്തിട്ട് എത്ര കളക്ട് ചെയ്തു തോന്നിയിട്ട് നമ്മൾ നല്ല വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ
ഒന്നര സ്റ്റാക്ക് എന്താ സ്റ്റാൻഡും ഗ്രാവലും ഇതും എല്ലാം ആണ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആനുവൽ ഇപ്പോൾ കൂട്ടുവാണെങ്കിൽ ഒരു 5 എണ്ണം വേണമെങ്കിൽ കൂട്ടിക്കുക. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് എത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, എത്ര വലുതായിട്ട് നിങ്ങളുടെ ഫോണിന് താങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ മേലെയും കിടക്കുന്നുണ്ട്. സോ ഇത് മാനുവലായിട്ട് തന്നെ നിങ്ങൾ പോയി പറക്കണം. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറക്കിക്കൂടെയും ചോദിച്ചാൽ അത് എങ്ങനെയാടാ പറക്കുക, എല്ലാം റാൻഡമായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് സ്പ്രെഡ് ആവുന്നത്. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനൊരു ബിൽഡാക്കാം. അതൊക്കെ നിങ്ങളുടെ കഴിവനുസരിച്ച്. ഞാനാണെങ്കിൽ ഇങ്ങനെ തന്നെ വിടും. സോ ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രിപ്പ് സ്ലീഫ് ഇതുണ്ടോ, ഈ സാധനം ഭയങ്കര ടഫാണ്, കിട്ടാൻ ഭയങ്കര പാടാന്ന് വെച്ചാൽ ഇതും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം മറ്റേ ഗ്ലിച്ചോടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നെതർ വേണ്ട. ഇപ്പോൾ നെതർ മാത്രമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. നെതർ ആ ഡ്രിപ്പ് ലീഫ് ഉള്ളവർക്ക് മാത്രമാണ് ആ ഗ്രാവൽ. നമുക്ക് വേണമെങ്കിൽ ഇതിലെന്ന് ഈ ഷൾക്കറിലെന്ന് ഈ സാധനം വെച്ച് ഈ സാൻഡ് വെച്ച് അത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. പക്ഷേ എന്തോ അതും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെറും കൈ കൊണ്ട് തൊട്ടാൽ തന്നെ അത് പൊട്ടുമോ? വെയിറ്റ് ഞാൻ ആദ്യമായിട്ട് അത് നോക്കുന്നത്. വെറും കൈ. അപ്പം നമുക്ക് മുത്ത ഞാൻ വേറെ ട്രിക്ക് പഠിച്ചതാ ബെഡ് റോക്കിൽ. അപ്പോൾ ലിറ്ററലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കട്ടെ, 1 2 3 4 എണ്ണം വെച്ച് 5ാമത് ക്ലിക്ക് കിട്ടുമ്പോഴാണ് പൊട്ടുന്നത്, റൈറ്റ്? സോ ഇത് ജാവലും വർക്കാവോ നോക്കാം. അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ മേൻ ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറട്ടോ. അപ്പോൾ PvP ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ഗ്ലോ സ്റ്റോൺ എടുക്കുക, എന്നിട്ട് അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഗ്ലോ സ്റ്റോണിൻ്റെ റീസോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. നൈസ് ബ്രോ. അപ്പോൾ നമുക്ക് ഒരേ ഒരു ഗ്ലോ സ്റ്റോണും കൊണ്ട് മൊത്തം സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പൊട്ടന്മാരാണോ മൊത്തം ചെയ്യുന്നത്? ഇങ്ങനെ 4 എണ്ണം ഇങ്ങനെ അങ്ങോട്ട് വെക്കും, എന്നിട്ട് പൊട്ടിക്കും. ലൈക്ക് ഇങ്ങനെ വന്നപ്പെട്ടപ്പോൾ ഇപ്പം ഞാൻ എന്തെന്ന് ചോദിച്ചു ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങോട്ട് പൊട്ടിക്കുന്നത് ഇവന്മാർ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കണ്ട കേട്ടോ. നൈസ് കേട്ടോ, നൈസ്. സോ അപ്പോൾ ടോട്ടലി നമ്മൾ 3 ട്രിക്കാണ് ഇവിടെ അൺലോക്ക് ചെയ്തത്. യെസ്, 3 ട്രിക്കെന്ന് ഇപ്പോൾ പറയാം. 3ാമത്തെ ട്രിക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് എന്തോ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണ്. സോ അത്രയ്ക്കുള്ള ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഫ്രീ ആയിട്ടല്ലെങ്കിലും അധികം സാധനം നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്തിന്? എൻഡർ എഗ്ഗ് കൂടെ വേൾഡിൽ ഒന്നേ കിട്ടുള്ളൂ, അതുകൂടെ നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവരും സന്തോഷത്തിലായിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 100 സബ്ബാണ്. എല്ലാവരും ഒന്ന് തരാൻ ശ്രമിക്കുക. എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബൈ.